So do you believe Kerala should, concentrate more on industrialization rather than, this tourism sector and the remittance? അല്ല എനിക്ക് ഐ ഡോണ്ട് സീ ദിസ് ആസ് ബൈനറീസ്. ഇത് ബൈനറീസ് അല്ല. ഇൻഡസ്ട്രിയലൈസേഷൻ ചെയ്യണം. കാരണം ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം അഗെയിൻ. തമിഴ്നാട് പോലെ ഒരു സ്ഥലം, ഒരു സംസ്ഥാനം 26 ലക്ഷം ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിന് ജോബ് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഞാൻ മന്ത്രിയായപ്പോൾ മൊബൈൽ ഫോൺ PLI സ്കീം വഴി വലിയ വലിയ ഫാക്ടറീസ് ഉണ്ടാക്കിയത് അവിടെയാണ്. ലക്ഷക്കണക്കിൽ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്ത സംസ്ഥാനമാണ് തമിഴ്നാട്, പാർട്ട്ണർഷിപ്പായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യേൻ്റെ. കേരളത്തിൻ്റെ ടോട്ടൽ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് എത്ര അറിയോ? 1.4 lakhs. അപ്പോൾ നമുക്ക് ജോബ്സ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് നമ്മൾ എക്കോണമി വഴി ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ, സൃഷ്ടിച്ചില്ലെങ്കിൽ നമ്മുടെ കുട്ടികളെല്ലാം എവിടെ പോവും? പുറത്ത് പോവും. അപ്പോൾ ഇൻഡസ്ട്രിയൽ യെസ്, ബട്ട് അത് വാട്ട് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി? അത് ഇലക്ട്രോണിക്സ് ആവാം, പിന്നെ ഈ ലോ എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഉള്ള ഇൻഡസ്ട്രീസ്, പിന്നെ വലിയ ലാൻഡ് ആവശ്യപ്പെടാത്ത ഇൻഡസ്ട്രി, അത് എത്രയോ ഇൻഡസ്ട്രീസ് ഉണ്ട്. നമ്മൾ ഫാർമ, റെയർ എർത്ത്, കോമ്പോസിറ്റ്സ്, സ്പെഷ്യലൈസ്ഡ് മാനുഫാക്ചറിങ്, സോഫ്റ്റ്വെയർ, പിന്നെ അത് ഒരു വശം. പിന്നെ ടൂറിസം നോക്കൂ. ടൂറിസം ഈസ് ദ ഹയസ്റ്റ് ജോബ് ക്രിയേറ്റർ ഓഫ് എനി സർവീസ് ഇക്കോണമി. അതിൽ കാരണം ടൂറിസമിൽ ഡയറക്റ്റ് എംപ്ലോയ്മെൻ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ടൂറിസം മേഖലയിൽ കേരളം ചെയ്യുന്നത് ഇന്ന് 10%, 20% സാധ്യതയാണ്. അത് ശരിക്കും ഇത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഓക്കെ.